ബിഗ് ബോസിൽ ഇപ്പോൾ പവർ ടീം ക്യാപ്റ്റനായിട്ട് പുതിയ ക്യാപ്റ്റനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യം പവർ ടീം ക്യാപ്റ്റൻ ജിൻഡോ ആയിരുന്നു. അപ്പോൾ ജിൻഡോയെ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ശ്രീധുവിനെയാണ് പവർ ടീമിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ക്യാപ്റ്റനായ ജിൻഡോയെ കൊണ്ടാണ് പവർ ടീമിലേക്ക് ശ്രീധുവിനെ ക്ഷണിച്ചിരിക്കുന്നത്. അതുപോലെ പിന്നെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആർക്കൊക്കെയാണ് പവർ ടീമിലേക്ക് പോവാൻ ആഗ്രഹമുള്ളതെന്ന്. അപ്പം നന്ദന, ഗബ്രി അവരൊക്കെ ജിൻഡോയൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ 4 പേർക്ക് ആരെ വേണം തിരഞ്ഞെടുക്കാൻ എന്ന് പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞു. എന്നിട്ട് ഈ 4 പേരെയും വിളിച്ചിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാനൊരു കഥ പറയാം. ആ കഥയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അതിൽ ആൻസർ പറയുന്നതിന് ബേസ്ഡ് ആയിരിക്കും ആര് പവർ ടീമിലേക്ക് പോകണമെന്ന് സെലക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർ 4 പേരും കഥ കേൾക്കാൻ റെഡിയാവുന്നു. ബിഗ് ബോസ് കഥ പറയുന്നുണ്ട്, വളരെ ചെറിയൊരു കഥ. ഈ ബിഗ് ബോസ് ചോദിച്ച കഥയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ കൂടുതലായിട്ട് അതിന് ആൻസർ ചെയ്തത് നന്ദനയും അഭിയുമാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ പുതിയ ക്യാപ്റ്റനായ ശ്രീധുവിനെ അവർ വെൽക്കം ചെയ്യുന്ന ഒരു രംഗമാണ് കാണാൻ പോകുന്നത്. ജിൻഡോ അവർ ആദ്യം വെൽക്കം ചെയ്തു. അതിനുശേഷം എല്ലാവരും കൂടെ ഡാൻസും പാട്ടുമായിട്ട് പവർ ടീമിലേക്ക് ശ്രീധുവിനെ കൊണ്ടുവരികയാണ്. നല്ല സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കളെറിഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടെയാണ് ശ്രീധുവിനെ വരവേൽക്കുന്നത്.